ആഗ്രഹിക്കുന്നല്ല, ചേഞ്ച് ഉണ്ടാകുന്നതാണ്. ഒരു സ്ഥിരമായിട്ടൊരു സമൂഹം ഉണ്ടെങ്കിൽ ആ സമൂഹത്തിന് പുരോഗതി ഉണ്ടാകില്ല. പുരോഗതി അല്ലെങ്കിൽ വളർച്ച പല രീതിയിലും ആകാം, പിന്നോട്ടേക്കും ആകാം, മുന്നോട്ടേക്കും ആകാം. ആ ഒരു പുരോഗതിയിലേക്ക് നയിക്കുന്നത് ഒരു വ്യതിയാനമാണ്. ആ വ്യതിയാനത്തിന് ഒരുപാട് കാരണങ്ങളുണ്ട്, സാമ്പത്തിക രാഷ്ട്രീയ പല കാരണങ്ങളുണ്ട്. പക്ഷേ ഇവിടെ ഒരു സമൂഹത്തിനകത്ത് വരുന്നതിൽ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കപ്പെടുന്നത് ദൈക്ഷണിക ശക്തികളും അതുപോലെ വിപ്ലവാത്മകമായ ശക്തികളും. ചിലപ്പോൾ ഇത് രണ്ടും കൂടിച്ചേർന്നുകൊണ്ട് ഇത് ലോകത്തിൽ എല്ലാ സ്ഥലത്തും നടന്ന പ്രതിഭാസമാണ്. നമ്മുടെ ഭാരതത്തിൽ വളരെ പണ്ട് മുതലേ നടന്നതാണ്. ചാർവകന്മാരാണ് ഒരു സമൂഹം എന്ന് പറയുന്നതിനകത്ത് പ്രധാനമായിട്ടും ആ സമൂഹം ഒരു ചിട്ടവട്ടത്തിലേക്കൊക്കെ വരുന്നത് അവരുടെ ഓർഡർ മത ഉത്തരവുകളും അതേപോലെ തന്നെ അവരുടെ അതിനെ പിടിച്ചു നിർത്തുന്നതിന് വേണ്ടിയിട്ട് അവർ കൊണ്ടുവരുന്ന കുറേ ആചാരങ്ങളും ഒക്കെയാണ് ഈ വ്യവസ്ഥിതികളൊക്കെയായിട്ട് മാറുന്നത്. അപ്പോൾ ഇതിനെ ആദ്യം ചോദ്യം ചെയ്യുക എന്നുള്ളത് ഓരോ കാലഘട്ടത്തിലും, ഇത് എത്ര പഴയ കാലഘട്ടമാണെങ്കിലും ആ കാലഘട്ടത്തിലും അതൊരു റാഷണൽ ചിന്താഗതിയായി നിലവിൽ നിൽക്കുന്ന വസ്തുതകളെ ഒരു വ്യക്തിയോ ഒരു കൂട്ടം ആളുകളോ ചോദ്യം ചെയ്യുക, അതൊരു വിപ്ലവമായിരിക്കും. നമ്മൾ ഇന്നത്തെ കാലത്തെ വിപ്ലവം എന്നല്ല, നിലനിൽക്കുന്നതിനെ എതിർക്കുന്ന ഒരു വിപ്ലവ ഭാഗമായിരിക്കും. അങ്ങനെയുള്ള വിപ്ലവങ്ങൾ, അതാണ് പറഞ്ഞത് വിപ്ലവശക്തികളാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഹിന്ദുമതം എങ്ങനെയാണ് ഉണ്ടായത് നമുക്ക് എല്ലാവർക്കും അറിയാം. എന്തെല്ലാം ആചാരങ്ങളും അനാചാരങ്ങളും ചട്ടങ്ങളും വട്ടങ്ങളും ഒക്കെ അതിനകത്തേക്ക് ഉത്തരവുകളായി കൊണ്ടുവന്നത് എന്നും അതിനെ ഉപരോധിക്കുന്നതിന് വേണ്ടി അവരെന്തെല്ലാം കൊണ്ടുവന്നെന്നും പറയും. ഇതെല്ലാം മനസ്സിലാക്കിയിട്ട് അതിൽ നിന്നും ഉരുത്തിരിഞ്ഞ് വന്ന ഒരു സമൂഹത്തിന് ഒരു മാറ്റം വരുത്തണമെങ്കിൽ ആദ്യമായിട്ട് വേണ്ടത് ഈ മതത്തിൻ്റെ ചട്ടക്കൂടിനകത്തുള്ള മാറ്റമാണ്. ആ മതത്തിൻ്റെ ചട്ടക്കൂടിനകത്തുള്ള മാറ്റങ്ങൾ വരുത്തുന്നതിന് വേണ്ടിയിട്ടായിരുന്നു ബുദ്ധൻ്റെ കാലഘട്ടം മുതൽ ജൈനനും ബുദ്ധനും അവരൊക്കെ തുടങ്ങി, ചാവാകന്മാരൊക്കെ തുടങ്ങിയിട്ട്. അതുപോലെ മറ്റു പല പ്രശ്നങ്ങൾ പലതും ഉണ്ടായിരുന്നു. കബീറും എല്ലാവരും കൊണ്ടുവന്നിരുന്നത് ഈ രീതിയിലെ ചിന്തകളായിരുന്നു. പക്ഷേ പിന്നീട് അതിന് 19ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിലും അത് നമുക്ക് അറിയുന്ന കാര്യങ്ങളാണ്. 20ാം നൂറ്റാണ്ടിൻ്റെ ആദ്യത്തിലൊക്കെ ആയിട്ട് നവോത്ഥാന പ്രക്രിയ വന്നു ഇന്ത്യയിലുടനീളം. ഉത്തരേന്ത്യയിലുണ്ടായിരുന്നു, ദക്ഷിണേന്ത്യ, ഇന്ത്യ ഒട്ടാകെ ഉണ്ടായിരുന്നു അതിൻ്റെ പ്രകമ്പനം. പക്ഷേ ഉത്തരേന്ത്യയിൽ എന്ന് പറയുന്നതും നമ്മുടെ കേരളത്തിൽ എന്ന് പറയുന്ന ഒരു വ്യത്യാസമുണ്ട്. ഉത്തരേന്ത്യയിലുണ്ടായിരുന്നത് വരേണ്യ വിഭാഗത്തിലുണ്ടായിരുന്ന നേതാക്കന്മാർ അല്ലെങ്കിൽ ദാർശനികന്മാരായിരുന്നു രംഗത്തേക്ക് വന്നിരുന്നത്. നമ്മുടെ കേരളത്തിലും ദക്ഷിണേന്ത്യയിലുമാണെങ്കിലും ഇവിടെ വന്നിരുന്നത് അടിസ്ഥാന വർഗത്തിലുള്ളവരാണ്. അപ്പോൾ ഉത്തരേന്ത്യയിലുണ്ടായിരുന്ന രാജാ റാംമോഹൻ റോയും ദയാനന്ദ സരസ്വതി അങ്ങനെയുള്ളവരൊക്കെ കൊണ്ടുവരുമ്പോൾ അവരിൽ നിന്നുള്ളത് ഈ സമൂഹത്തിൻ്റെ ഉന്നതത്തിൽ നിന്നും താഴേക്ക് അരിച്ചരിച്ചിറങ്ങിയിട്ട് വേണം താഴേക്ക് എത്തുന്നതിന് വേണ്ടി. പക്ഷേ ഇവിടെ നമ്മുടെ കേരളത്തിൽ അടിസ്ഥാന വർഗത്തിൽ നിന്ന് തുടങ്ങിയിട്ട് അത് മുകളിലേക്ക് പോവുകയും ചെയ്തു. വീട്ടി വട്ടതുരപ്പാടിലേക്കും നമ്പൂരി പ്രസ്ഥാനങ്ങളിലേക്കും പോവുകയാണ് ചെയ്തു. അതേസമയത്ത് തന്നെ നമ്മുടെ ദക്ഷിണേന്ത്യൻ പലരുമാണ്. ദക്ഷിണേന്ത്യയിലെ പരിസ്ഥിതി എടുത്തു നോക്കുകയാണെങ്കിൽ അതിലെനിക്ക് ബ്രഹ്മാണ്ഡ ശിവയോഗിയുടെ തത്വങ്ങളുമായിട്ട് ഏകദേശം സമകാലികരാണ്. അതിൽ ഒരു കമ്പാരിസൺ തോന്നുന്നത് മഹാരാഷ്ട്രയിലെ ജ്യോതിബാറാവു ഫോളെ, പിന്നെ ആന്ധ്രയിലുണ്ടായിരുന്ന ഗോപാൽ രാജരാമറാവു റോ, പിന്നീട് പെരിയാർ, വളരെ പ്രശസ്തനായ രാഷ്ട്രീയ രംഗത്തേക്കും ദേശീയ രംഗത്തേക്കൊക്കെ എത്തിയ പെരിയാർ രാമസ്വാമി. ഇതിൽ ഏറ്റവും കൂടുതൽ നിൽക്കുന്നത് പെരിയാർ രാമസ്വാമിയോടാണ്. ദൈവം വേണ്ടേ വേണ്ട എന്ന് പറയുക, ബിംബങ്ങളെ തച്ചുടയ്ക്കുക, ഗണപതി വിഗ്രഹങ്ങളെ തച്ചുടയ്ക്കാൻ വേണ്ടി ആഹ്വാനം ചെയ്യുകയും ജാതി യാത്രയിൽ കഴുത്തിലെ പ്രതിമകളുടെ കഴുത്തിലെ ചെരുപ്പിട്ട് കൊടുക്കുകയും രാമരാജ്യത്തെ എതിർക്കുകയും ചെയ്തിരുന്ന രാമസ്വാമി. ആ ആശയങ്ങളുടെ തീവ്രത അല്ലെങ്കിൽ അതിതീവ്രത ഇവിടെ ബ്രഹ്മാണ്ഡ ശിവയിൽ നമുക്ക് കാണാൻ പറ്റും. ഒരു ദീക്ഷ സ്വീകരിച്ചിട്ടല്ല ബ്രഹ്മാണ്ഡ ശിവയുടെ ആയതെന്ന് നമുക്കൊക്കെ അറിയാം. അദ്ദേഹത്തിന് ബ്രഹ്മസങ്കീർത്തനം കൊടുത്തതിൻ്റെ ഭാഗമായിട്ട് അയ്യപ്പൻ ഗോപാലൻ കൊടുത്ത ഒരു അയ്യപ്പൻ ബ്രഹ്മസമാജക്കാർ കൊടുത്തിരുന്ന ഒരു കിരീടമായിരുന്നു ബ്രഹ്മാണ്ഡ ശിവയോഗി എന്ന്. പക്ഷേ അതിനുശേഷം മാത്രമാണ് അദ്ദേഹം കുറച്ചൊക്കെ അത് തന്നെ ചെല്ലാൻ തന്നെ കാരണം അന്ന് ബ്രഹ്മസമാജം എന്ന് പറയുന്നത് ഒരു റാഷണൽ ഓർഗനൈസേഷനായിരുന്നു. ജാതി വ്യവസ്ഥയൊക്കെ ചോദ്യം ചെയ്തിരുന്നതായിരുന്നു. കോഴിക്കോട് അതിൻ്റെ ബ്രാഞ്ച് ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ വെച്ചായിരുന്നു അദ്ദേഹം അന്ന് അഗ്നി സ്കൂളിൽ അധ്യാപകനായി